ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബറോ ഫോളോവറോ ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഒരാളെ പിക്ക് ചെയ്യും, അവർക്കായിരിക്കും കൊടുക്കുന്നത് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗേൾസിന് ഏറ്റവും കൂടുതൽ, അതായത് ഈ മേക്കപ്പ് പ്രൊഡക്ട്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനം, ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ലിപ്സ്റ്റിക് ആണ് അല്ലേ? അതിലൊരു സംശയമില്ല. കാരണം അധികം മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ആൾക്കാർ ലിപ്സ്റ്റിക് ഇട്ട് ആ ഒരു മേക്കപ്പ് ഫിനിഷ് ചെയ്യാറുണ്ട് അല്ലേ? ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്തവരും കാണും. ഇപ്പോൾ ഞാൻ അവരെക്കുറിച്ചല്ല പറഞ്ഞത്. ഈ ലിപ്സ്റ്റിക് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് വീഡിയോ. കാരണം എൻ്റെ ഒരു ലിപ്സ്റ്റിക് കളക്ഷൻ കുറച്ച് ഒത്തിരിയൊന്നുമില്ല, ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള കുറേയധികം ലിപ്സ്റ്റിക്സിൻ്റെ റിവ്യൂ പറയാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക് ഇല്ലാതെ പുറത്ത് പോയാൽ എനിക്ക് എന്തോ ഒരു കുറവ് പോലെയാണ്. ആ ഒരു കുറവ് നികത്തുന്ന പോലെയാണ്. കാരണം ഞാൻ ലിപ്സ്റ്റിക് ഇടാതെ പുറത്ത് പോകുന്നില്ല. ഞാനൊരു സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴാണ്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ സാധനം ഇല്ലാണ്ട് പുറത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എൻ്റെ ഫേസ് എന്തോ ഒരു കുറവ് പോലെ എനിക്ക് വലിയ രീതിയിൽ ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഗേൾസ് ലിപ്സ്റ്റിക് ഇട്ട ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആവും ഇല്ലേ? അങ്ങനെ തോന്നാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? നമുക്ക് സ്യൂട്ട് ആവുന്ന ഷെയ്ഡ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആവും. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെയാണ് ഇടുന്നത്. അത് നമുക്ക് സ്യൂട്ട് ആവുന്നതും കൂടെ ആണെങ്കിൽ നമ്മുടെ ഫേസേ മാറി നിൽക്കും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ 2 ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടേക്കുന്ന ഒരു ഷെയ്ഡാണ്. ആദ്യത്തേത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ 14 ആഷ് റെഡ് എന്നൊരു ഷെയ്ഡാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് നല്ല രസമാണ്. ഡെഫിനറ്റ്ലി ഒരു മീഡിയം ടു ഫെയർ സ്കിൻ ആണ് നിങ്ങളുടെ എങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കേട്ടോ. കാരണം നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യും. ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യം റെഡ് ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് എങ്കിൽ വലിയൊരു റെഡൊന്നും വേണ്ട എങ്കിൽ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാം. ഇത് കറക്റ്റ് റെഡായിട്ടുള്ളൊരു കളറൊന്നുമല്ല, പക്ഷേ റെഡ് തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. മീഡിയം ടു ഫെയർ സ്കിൻ ആണെങ്കിൽ നിങ്ങളുടെയെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആകാൻ സഹായിക്കും. എൻ്റെ മീഡിയം സ്കിന്നാണ്, ഞാൻ അത്രയ്ക്ക് ഫെയർ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. എൻ്റെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്തായിട്ട് ഞാൻ റീസെൻ്റ്ലി ഇപ്പം പർച്ചേസ് ചെയ്തൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് ഇട്ടേക്കുന്നത് കേട്ടോ. വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇത് പ്ലമ്മിൻ്റെ അപ്സൈഡ് ബ്രൗൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അടിപൊളിയാണ്. ഇത് ഡസ്കി, മീഡിയം, ഫെയർ എല്ലാവർക്കും സൂപ്പറാണ്. ഇപ്പം നിങ്ങൾ ലിപ്സ്റ്റിക് ഇട്ട് എങ്കിൽ ലിപ്സ്റ്റിക് ഒരുപാട് ഇട്ടെന്ന് തോന്നരുത് എന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിത് മസ്റ്റായിട്ടും യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഷെയ്ഡ് ഒന്ന് കാണിച്ചു തരാം. നേരത്തെ എൻ്റെ ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിൽ ഷാർപ്പ്നർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബഡ്സ് ഇട്ട് ഇങ്ങനെ അകത്തുനിന്ന് തോണ്ടിയെടുത്താണ് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഷെയ്ഡ് കാണിക്കാൻ കേട്ടോ. ഈ കാണുന്നതാണ് ഷെയ്ഡ്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. വീഡിയോയിൽ കാണുമ്പം എത്രമാത്രം നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ചെറിയൊരു ഫംഗ്ഷനൊക്കെ പോകണം, ലിപ്സ്റ്റിക് ഇട്ടെന്ന് ആരും അങ്ങനെ തോന്നരുത്. എന്നാൽ ലിപ്സ്റ്റിക് ഇടിയാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ടാകും കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഇൻസൈറ്റിൻ്റെ ബെറീസ് ഓഫ് ഐസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇത് വളരെയധികം ട്രെൻഡിങ് ആയ ഒരു ടൈമിൽ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. എൻ്റെ മീഡിയം സ്കിൻ ആയതുകൊണ്ട് മീഡിയം സ്കിൻ അടിപൊളിയാണെന്നുള്ള രീതിയിൽ ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്കിതൊരു ഓടൊക്കെ ഇല്ലേ, ഓടിൻ്റെ കളറും ഓറഞ്ചൂടെ കലർന്ന്, അല്ലെങ്കിൽ ഓടിൻ്റെ കളറും കാപ്പിപ്പൊടിയുടെ കലർന്ന് ചേർന്നൊരു കളറായിട്ടാണ് തോന്നി. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഞാൻ എന്തായാലും ഈ ഒരു ഷെയ്ഡ് കാണിച്ചു തരാം. ഡസ്കി സ്കിന്നാർക്ക് എത്രമാത്രം ബെറ്റർ ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഫെയർ ടു മീഡിയം സ്കിന്നാർക്ക് നല്ലതായിരിക്കും. ഞാൻ അത്രയ്ക്ക് അങ്ങ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഷെയ്ഡല്ല കേട്ടോ. പക്ഷേ ഇത് 100 റുപ്പീസിന് വർത്താണ്. 100 ആണെന്ന് തോന്നുന്നു ഞാൻ അന്ന് പർച്ചേസ് ചെയ്തത്. നെക്സ്റ്റ് വൺ ഈ ഒരു ഷുഗർ പോപ്പിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ലൊരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ സഹായിക്കും. പക്ഷേ നൈസായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ അത്രയും മതിയായിരിക്കും മീഡിയം സ്കിന്നാർക്ക്. ഞാൻ ഈ മീഡിയം എടുത്ത് പറയുന്നത് എൻ്റെ സ്കിൻ മീഡിയം സ്കിൻ ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് ഡസ്കി സ്കിന്നിനും മീഡിയം സ്കിന്നിനും അതേപോലെ തന്നെ ഫെയർ സ്കിന്നർക്കും നല്ലതായിരിക്കും. ഫെയർ സ്കിന്നർക്ക് ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. മീഡിയം സ്കിന്നും ഡസ്കി സ്കിന്നും നൈസായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കും. നല്ലൊരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഫിഫ്ത്ത് വൺ എൻ്റെ ഫേവറേറ്റ്, അതായത് ഇത് ഞാൻ യൂസ് ചെയ്ത് തീർത്തു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക്കുകൾ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് സാധാരണ ഓൺലൈനിൽ നിന്നൊക്കെ ഞാൻ ലിപ്സ്റ്റിക്സ് വാങ്ങുമ്പോൾ എനിക്ക് നല്ല മുട്ടൻ പണികളാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും അടിപൊളിയാണ്. എനിക്കിത് വെറും 102 രൂപയ്ക്കാണ് കിട്ടിയത്. പക്ഷേ നമ്മളിത് കടയിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 350 ഒക്കെ വരും. ഓൺലൈൻ പർച്ചേസ് ആണെങ്കിൽ 250 ആ ഒരു റൗണ്ടിലൊക്കെ വരും കേട്ടോ. ഞാൻ എല്ലാ ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. ഇത് ഓക്കെ ബൂമർ എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. എൻ്റെ പൊന്നെ അടിപൊളിയാണ്. ഞാനിത് യൂസ് ചെയ്ത് പൊട്ടിയൊക്കെ ചെയ്ത്
നിങ്ങളുടെ മീഡിയം സ്കിന്നാണ്, ഫെയർ സ്കിന്നാണ്, ഞാൻ ഏറ്റവും കൂടുതൽ മീഡിയം സ്കിന്നുകാർക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. അടിപൊളിയാണ്, നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫ് ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു 7 to 8 hours അതിൽ കൂടുതൽ നിൽക്കുമെങ്കിൽ അത്രയും കേട്ടോ, അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചാൽ ഒന്നും ഇത് പോത്തില്ല. ഞാൻ വെളിച്ചെണ്ണ വെച്ചാണ് ഇത് തൂത്ത് കളയുന്നത്. ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. നൈസ് ഷെയ്ഡ് അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് എന്തുമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഫേസ് നന്നായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത് അടുത്ത ഇതിന്റെ പർച്ചേസ് ചെയ്യാൻ പോകട്ടോ, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട്. നല്ലൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇനി 6th വൺ മൈഗ്ലാമിന്റെ തന്നെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. FLY എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്, അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇത് നമ്മുടെ ഡസ്കി, മീഡിയം, ഫെയർ എല്ലാ സ്കിന്നുകാർക്കും നല്ലതാണ്. പക്ഷേ വാട്ടർ പ്രൂഫും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ജസ്റ്റ് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒന്നിടാം. പിന്നെ വാഷ് ഔട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ വാഷ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നൈസായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു ലിപ് ലൈനർ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. ഇനി അടുത്ത് എൻ്റെ ആയിരിക്കുന്ന മാൾസിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്. ഞാൻ കോംബോയിൽ മേടിച്ചാണ്, പക്ഷേ എനിക്കിത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താണിത്, ഒരു വൃത്തിയുടെ ഷെയ്ഡ്, ഇതൊക്കെ ലിപ്സ്റ്റിക്കാണോ, എന്തുവാണിത്? ഇത് പോയി ഈ സാധനം 3 പോലും വരുന്നില്ല. 3 എണ്ണം ഉണ്ടാകും, ഞാൻ ആർക്കാണ്ടൊക്കെ കൊടുത്ത്. ആണ് കളർ കാണാൻ പോലും പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്നു. ഒരിക്കലും നിങ്ങൾ ഈ സാധനം മേടിക്കരുത് കേട്ടോ, എവിടെയെങ്കിലും കണ്ടു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഓർമ്മകൾ പുതുക്കുന്ന പോലെ ഉള്ളൊരിതാട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. ഞാൻ സ്വന്തമായിട്ട് മേടിച്ച് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അന്ന് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്ന് എനിക്ക് തോന്നി ഇത് ഡസ്കി സ്കിന്നുകാർക്കാണ് ബെറ്റർ. എടുത്തു പറയുന്നു, ഇത് ഡസ്കി സ്കിന്നുകാർക്ക് അടിപൊളി ഷെയ്ഡാണ്, സൂപ്പർ ഷെയ്ഡാണ്. നിങ്ങൾ ഡസ്കി സ്കിൻ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു കോളേജ് കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഓഫീസൊക്കെ പോകുന്നെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. 200 സംതിങ് കണ്ടാണ് ഇത്. ഡാസ്ലറിൻ്റെ കട്ട് റൂബി എന്ന് പറയുന്ന ഷെയ്ഡാണ്. അത്യാവശ്യം ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം കരുതി മീഡിയം സ്കിന്നുകാർക്ക് നല്ലതാണ്. പക്ഷേ തോന്നുന്നു മീഡിയം സ്കിൻ ഇടുമ്പോൾ ഫേസ് ഒന്നും അത്യാവശ്യം ബ്രൈറ്റ് ആകുന്നതുകൊണ്ട് തോന്നിയില്ല. വെറുതെ ജസ്റ്റ് ഒന്ന് ഇട്ടുകൊണ്ട് പോകാം, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ഒരു ഷെയ്ഡാണ് മൈഗ്ലാമിൻ്റെ തന്നെ കിറ്റൺ ഫിഷ്. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം. കാരണം ഞാനത് വലിയ കാര്യത്തിൽ മേടിച്ചാണ് എനിക്ക് ചേരുമെന്ന് പറഞ്ഞ്. പക്ഷേ മീഡിയം സ്കിന്നുകാർക്ക് അത് കൊള്ളില്ല. പക്ഷേ ഡസ്കി സ്കിന്നുകാർക്ക് നൈസാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാനത് കൊടുത്ത്, അവൾക്ക് ഇടുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഡസ്കി സ്കിന്നാണെങ്കിൽ ആ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് നിങ്ങൾക്ക് സൂപ്പർ ആയിരിക്കും, നന്നായിട്ട് നിങ്ങളുടെ ഫേസ് ബ്രൈറ്റ് ആക്കും. ഇനി ഞാൻ അടിച്ചേൽപ്പിക്കുകയൊന്നുമല്ല, ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ ഇത് യൂസ് ചെയ്തൊന്നുമല്ല, പക്ഷേ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. എൻ്റെ മീഡിയം സ്കിൻ ആയതുകൊണ്ട് എനിക്ക് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് കയ്യിലൊന്ന് ഇട്ടൊന്ന് നോക്കിയതല്ല കേട്ടോ. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇനി ഇൻസ്റ്റഗ്രാം ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മെയിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബറോ ഫോളോവറോ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തരത്തുള്ളൂ കേട്ടോ. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കല്ലേ കൊടുക്കേണ്ടത്. എനിക്കിത് കൂടുതലും നല്ലതായിട്ട് തോന്നിയത് ഫെയർ സ്കിന്നുകാർക്കായിരിക്കും, എനിക്കറിയില്ല. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു മജന്ത ഷെയ്ഡാണ് കേട്ടോ. നിങ്ങളുടെ ഫേസ് ഒക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിത് നിങ്ങൾക്ക് അടിച്ചേൽപ്പിക്കുകയല്ല, വേണ്ടവർ മാത്രം മെസ്സേജ് ചെയ്താൽ മതി. അപ്പം അതിൽ നിന്ന് നമ്മൾ ഒരാളെ പിക്ക് ചെയ്യും, അവർക്കായിരിക്കും കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഷെയ്ഡ് ആവശ്യമുള്ളവരില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യണമെന്നുള്ളവർ. ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ഷെയ്ഡ് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം കമൻറ്റിൽ നിന്ന് നമ്മൾ ഒരാളെ പിക്ക് ചെയ്യും. ശേഷം ആ പിക്ക് ചെയ്യുന്ന ആൾ നമുക്ക് ഇൻസ്റ്റഗ്രാമിലോ മെയിലിലോ മെസ്സേജ് അയച്ചാൽ മതി. ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ലിപ്സ്റ്റിക് കളക്ഷൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയും ഇതേപോലത്തുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.